Hi, hello everyone. അപ്പോൾ നമ്മളുടെ നീറ്റ് എക്സാം വരാണ്. നമുക്കറിയാം നമ്മൾ ഏതാണ് നമ്മളുടെ നീറ്റ് എക്സാമിന് പ്രിപ്പയർ ചെയ്യാൻ പറ്റുന്ന കെമിസ്ട്രിയുടെ ബെസ്റ്റ് ബുക്ക് എന്നുള്ളത്. നമ്മളുടെ കെമിസ്ട്രിയുടെ ഒരു പ്രത്യേകത എടുത്തു കഴിഞ്ഞാൽ നമ്മളുടെ കെമിസ്ട്രിയുടെ ഫുൾ കെമിക്കൽസ് അല്ലെ മെജോറിറ്റി ഓഫ് ദ കെമിക്കൽസ് എന്താണ് വോളറ്റൈൽ ആയിട്ടുള്ള ആൾക്കാരാണ്. പ്രത്യേകിച്ച് ഓർഗാനിക് കെമിസ്ട്രി എടുത്തു കഴിഞ്ഞാൽ എന്താണ് ഫുൾ എല്ലാവരും വോളറ്റൈൽ ആണ്. അതേപോലെ തന്നെയാണ് നമ്മളുടെ ഓർഗാനിക് കെമിസ്ട്രി നമ്മൾ പഠിച്ചു കഴിഞ്ഞാലോ അല്ലെ കുറച്ചു നേരം കഴിയുമ്പോൾ ഫുൾ ആവിയായിട്ട് പോകും. അപ്പം നമുക്ക് എന്താണ് നല്ലോണം പ്രിപ്പയർ ചെയ്യണം, നല്ലോണം റിവൈസ് ചെയ്താൽ മാത്രമാണ് ഇത് ആവിയാവാണ്ടല്ലേ നമുക്ക് ബ്രെയിനിൽ ഇങ്ങനെ പിടിച്ചു നിർത്താൻ പറ്റുള്ളൂ. അപ്പൊ ഏതാണ് നമ്മളുടെ നീറ്റ് എക്സാമിന് പ്രിപ്പയർ ചെയ്യാൻ പറ്റുന്ന കെമിസ്ട്രിയുടെ ആ മാജിക് ബുക്ക് ഏതാണ്? നിങ്ങൾക്ക് ഗസ് ചെയ്യാൻ പറ്റുമോ? ഏതായിരിക്കും അനുമിസ് ആദ്യം പറഞ്ഞു തരാൻ പോകുന്ന ഒരു ആ മാജിക് ബുക്ക്? നീറ്റിന് പഠിക്കുന്നുണ്ടോ? നമ്മളുടെ ആ മജീഷ്യൻ എന്ന് പറയുന്നത് NCERT ബുക്സ് ആണ്. NCERT ബുക്കാണ് നീറ്റ് എക്സാമിന് പ്രിപ്പയർ ചെയ്യുമ്പോൾ നിങ്ങളുടെ ബൈബിൾ. നിങ്ങൾ എല്ലാ ദിവസവും എടുത്ത് വായിക്കേണ്ട അല്ലെ ബൈബിൾ എന്ന് പറയുന്നത് എന്താണ്? എല്ലാ വചനങ്ങളും അറിയണം എന്ന് പറയണ പോലെ എല്ലാ വരികൾക്കിടയിലൂടെയും ഒക്കെ നമ്മൾ വായിക്കേണ്ട ബുക്കാണ് നമ്മളുടെ NCERT ബുക്ക്. സിമ്പിൾ ആയിട്ട് എല്ലാ കൺസെപ്റ്റ്സും എക്സ്പ്ലെയിൻ ചെയ്യുന്നതാണ്. 2 ഗുണങ്ങളാണുള്ളത്. ഒന്ന്, നമ്മൾ എന്താണ് ബോർഡ് എക്സാംസിനും പഠിക്കുന്നത് NCERT വെച്ച് തന്നെ ആയതുകൊണ്ട് നിങ്ങൾക്ക് NCERT പരിചയമില്ല എന്ന് പറയേണ്ട ആവശ്യമില്ല അല്ലെ, നമുക്കറിയാം. അപ്പൊ നീറ്റ് എക്സാമിന് നിങ്ങൾ പഠിക്കുമ്പോൾ NCERTയിലെ കംപ്ലീറ്റ് കാര്യങ്ങൾ നിങ്ങൾക്ക് അറിഞ്ഞിരുന്നാൽ പിന്നെ നിങ്ങൾ സെറ്റാണ്. പിന്നെ നിങ്ങൾക്ക് എന്താ വേണ്ടത്? നിങ്ങൾക്ക് NCERT മുഴുവനായിട്ട് അറിയാം അല്ലെ. ഇനിയിപ്പോൾ നമുക്ക് വേറെ കുറേ വലിയ റെഫറൻസ് ടെക്സ്റ്റ് ബുക്സ് ഒക്കെ മേടിച്ച് പഠിക്കാനുള്ള സമയമില്ല. ഇനിയിപ്പോൾ ആ ഒരു സമയം നമുക്കില്ല. അപ്പൊ NCERT അറിഞ്ഞിരിക്കുക. NCERT ആണ് മെയിൻ ആയിട്ട് അറിഞ്ഞിരിക്കേണ്ടത്. നിങ്ങൾക്ക് ഇൻഡെപ്തിലൊക്കെ അറിയണമായിരുന്നെങ്കിൽ നമ്മൾ നേരത്തെ സ്റ്റാർട്ട് ചെയ്യണമായിരുന്നു. പക്ഷെ ഇനി അതിന് സമയമില്ല. അപ്പം NCERT മതി, NCERT അറിഞ്ഞിരിക്കുക. പിന്നെ നമ്മൾ എന്താ ചെയ്യേണ്ടത്? പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് സോൾവ് ചെയ്യാം. അപ്പൊ അതിന് വേണ്ടിയിട്ട് എന്താണ് നമ്മളുടെ എക്സാമിനറിന്റെ ബുക്ക് ഉണ്ട്. നിങ്ങൾക്ക് എക്സാമിനറിന്റെ ബുക്ക് മേടിക്കാം. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്യുക, ക്വസ്റ്റ്യൻസ് ചെയ്ത് പഠിക്കുക എന്നുള്ളതാണ് നമുക്ക് എന്താണ് നീറ്റ് ക്രാക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും ഷോർട്ടസ്റ്റ് കട്ട് അല്ലെങ്കിൽ ഷോർട്ട് കട്ട് ട്രിക്ക് എന്ന് പറയുന്നത്. കാരണം എന്താ? ക്വസ്റ്റ്യൻസ് ചെയ്യുമ്പോഴാണ് എനിക്ക് മനസ്സിലാവുന്നത് എനിക്ക് എങ്ങനെയൊക്കെയാണ് എവിടെയൊക്കെയാണ് എൻ്റെ സ്പീഡ് പോകുന്നത്. എനിക്ക് കാൽക്കുലേറ്റ് ചെയ്യുമ്പോഴാണോ, കാൽക്കുലേഷൻസിലാണോ ഞാൻ സ്ലോ, അല്ലെങ്കിൽ ഇക്വേഷൻസ് എഴുതുമ്പോഴാണോ, ഇക്വേഷൻസ് സോൾവ് ചെയ്യുമ്പോഴാണോ. അപ്പം ക്വസ്റ്റ്യൻസ് ചെയ്യുമ്പോഴാണ് ഏത് പാറ്റേണിലാണ് ക്വസ്റ്റ്യൻസ് ചോദിക്കുക എന്ന് നമുക്ക് മനസ്സിലാവുന്നത് അല്ലേ. ബോർഡ് എക്സാമിനാണെങ്കിൽ നമുക്കറിയാം എന്താണ് തിയറി ക്വസ്റ്റ്യൻസ് വരും, നമുക്ക് അങ്ങനെ ഇങ്ങനെയൊക്കെ എഴുതി വെക്കാം. പക്ഷെ MCQ ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യുമ്പോൾ അങ്ങനെയല്ല കാര്യം അല്ലേ. അപ്പം എവിടെ നിന്നൊക്കെ ക്വസ്റ്റ്യൻസ് വരുന്നു, എങ്ങനെയൊക്കെ ഞാൻ സോൾവ് ചെയ്യണം, എന്താണ് ഏറ്റവും ഈസിയസ്റ്റ് ആയിട്ട് കുറച്ച് സമയത്തിനുള്ളിൽ സോൾവ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലാവുക പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യുമ്പോഴാണ് അല്ലേ. അപ്പം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ചെയ്ത് പഠിക്കുക എന്നുള്ളതാണ് നിങ്ങളുടെ മുമ്പിൽ ഇപ്പോൾ ഉള്ള ഒരു ടാസ്ക് എന്ന് പറയുന്നത്. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ചെയ്യാം. രാവിലെ എണീറ്റ് കഴിഞ്ഞാൽ നിങ്ങൾ എന്താണ് ഫുൾ ഒരു ചാപ്റ്റർ എടുക്കുക, അതിൽ ചോദിച്ചിട്ടുള്ള എല്ലാ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും ചെയ്യുക. അതാണ് നിങ്ങൾക്ക് എന്താണ് ഏറ്റവും പെട്ടെന്ന് നീറ്റ് ക്രാക്ക് ചെയ്യാൻ പറ്റുക. അപ്പൊ ക്വസ്റ്റ്യൻസ് ചെയ്ത് കഴിഞ്ഞാൽ പ്രാക്ടീസ് ആണ് നമുക്ക് ഫാസ്റ്റ്നെസ് അല്ലെങ്കിൽ സ്പീഡ് തരിക. പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ സ്പീഡാവും. എക്സാമിന് സിമിലർ പാറ്റേൺ വരുമ്പോൾ നമ്മുടെ ബ്രെയിൻ നമ്മളുടെ അടുത്ത് പറയും നമ്മൾ ചെയ്ത ക്വസ്റ്റ്യൻ, നമ്മൾ ചെയ്ത പാറ്റേണിലെ ക്വസ്റ്റ്യൻ വേഗം തന്നെ ചെയ്യുക എന്ന് പറഞ്ഞിട്ട് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് സോൾവ് ചെയ്ത് പഠിക്കുക. അപ്പം ഇത്രയും കാര്യങ്ങൾ എന്താണ് ഫുൾ മനസ്സിൽ വെച്ചിട്ട് നിങ്ങളുടെ പ്രിപ്പറേഷൻസ് ഉടനെ സ്റ്റാർട്ട് ചെയ്യുക. അപ്പം നമ്മളുടെ നീറ്റ് ബൂസ്റ്റർ ബാച്ചിൽ ജോയിൻ ചെയ്തിട്ടില്ലെങ്കിൽ നമ്മളുടെ നീറ്റ് ബൂസ്റ്റർ ബാച്ചിൽ വന്ന് ജോയിൻ ചെയ്യുക. പിന്നെ നിങ്ങൾക്ക് ഒറ്റയ്ക്ക് പ്രിപ്പയർ ചെയ്യണ്ട അല്ലെ. നമ്മൾ എപ്പോഴും ഒറ്റയ്ക്ക് ഇരുന്നൊരു കാര്യം ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഒറ്റയ്ക്ക് പഠിക്കുമ്പോൾ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ട് തോന്നും. നമുക്ക് തോന്നും ഒരാൾ നമ്മളെ ഹെൽപ്പ് ചെയ്യാനുണ്ടായിരുന്നെങ്കിൽ അല്ലെ, നമ്മളുടെ കൂടെ അല്ലെങ്കിൽ നമുക്ക് എല്ലാ കാര്യങ്ങളും പഠിപ്പിച്ച് തരാൻ ഒരാളുണ്ടായിരുന്നെങ്കിൽ. ഉണ്ട്, എക്സാമിനർ ഉണ്ട്. നമ്മളുടെ നീറ്റ് ബൂസ്റ്റർ ബാച്ചിൽ വന്ന് ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ എന്താണ് നിങ്ങൾ ഒറ്റയ്ക്ക് ഇരുന്ന് ഈ ക്വസ്റ്റ്യൻസ് ഒന്നും സോൾവ് ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മളുടെ ഫാക്കൽറ്റീസ് നിങ്ങൾക്ക് അതൊക്കെ പഠിപ്പിച്ചു തരും. അപ്പൊ നിങ്ങൾ ഒറ്റയ്ക്കല്ല, നമ്മളുണ്ട് കൂടെ. അപ്പൊ നമ്മളുടെ കൂടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഒന്നിച്ച് ഈ നീറ്റ് ക്രാക്ക് ചെയ്യാം. അപ്പം എല്ലാവരും വേഗം തന്നെ വന്ന് ജോയിൻ ചെയ്തു.